പപ്പടം എടുത്ത് സാധാരണ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കാം. ഇത് ഇനി മാറ്റി വെക്കുന്നുണ്ട്. ജാറിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. കുതിർത്തി വെച്ചേക്കണം ഈ പപ്പടം നമ്മൾ അടിച്ചെടുത്ത മാവിൽ ചേർക്കുന്നുണ്ട്. 1/4 ഭാഗം നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഈ മാവ് ഒന്നും കൂടി നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. മാവ് റെഡിയാക്കി എടുക്കണത് ഈ പാകമായിരിക്കണം കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയിലും ആവരുത്. നമ്മൾ ഇളക്കണ സ്പൂണിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ കറക്റ്റ് ഈ വര കാണണം. ആ പാകമാണ് കേട്ടോ. ഇത് മാറ്റി വെക്കുന്നുണ്ട്. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറട്ടെ. നാളികേരക്കൊത്ത് ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കാം. നാളികേരം നല്ലോണം ചൂടാവുമ്പോൾ 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ഒന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം ഈ മിക്സ് ഒന്ന് തിക്കാക്കി എടുക്കണം. മിക്സ് നല്ലോണം തിക്കാവുമ്പോൾ ഇതിലേക്ക് 2 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴം നല്ലോണം വേവിച്ചെടുക്കണം. പഴം നല്ലോണം വെന്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് വെള്ളം അവിലെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. അവിൽ നല്ലോണം പഴത്തിൽ മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യ് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ നെയ്യ് ചേർക്കണില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്, അത് മതി എനിക്ക്. അവിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അവിൽ കാണുന്ന പോലും ഇല്ല, ആ രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ബാറ്റർ തണുക്കാനായിട്ട് വെക്കാം. മിക്സ് നല്ലോണം തണുത്തു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, എന്നിട്ട് ബോളാക്കാം. തണുത്ത് വരുമ്പോഴേ മുൾഭാഗം കുറച്ച് ഡ്രൈ ആയ പോലെ ഇരിക്കുന്നുണ്ടാവും. ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഈ വലിപ്പത്തിലാണ് കേട്ടോ എല്ലാ മാവും ബോളാക്കണത്. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ നാടൻ പലഹാരമൊക്കെ റെഡിയാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ 1 ടീസ്പൂൺ എണ്ണയിൽ തന്നെ ഇത്രയും പലഹാരം റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവിൽ മുക്കി മുക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലെല്ലാറ്റിലേക്കും കുറച്ച് എണ്ണ കേട്ടോ, 1 ടീസ്പൂൺ എണ്ണ എടുത്ത് എല്ലാ കുഴിയിലും ഒഴിച്ചേക്കണതാണ്. ആ കുഴിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. മാവ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. റെഡിയാക്കി വെച്ചേക്കണ ഓരോ ബോൾസ് ഇതിൽ മുക്കാം. നല്ലോണം കോട്ടിങ് കൊടുത്തോളൂ കേട്ടോ. എല്ലാറ്റിലും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇനി എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. തിരിച്ചിടുമ്പോൾ ഈ എണ്ണ മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അടിഭാഗം കൂടി നല്ലോണം ഒഴിപ്പിച്ചെടുക്കാം. അപ്പോൾ റെഡിയായി. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ബാറ്റർ റെഡിയാക്കിയിട്ട് തയ്യാറാക്കി നോക്കൂ കേട്ടോ. പഴംപൊരി ഇങ്ങനത്തെ പലഹാരമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടി. ഒരുപാട് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യണ കാരണം ഇതുപോലെ കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.